നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 65-ാമത്തെ അധ്യായം മുതൽ ഇപ്പോൾ സ്മരിക്കണു. ബലരാമൻ ഗോകുലത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള കഥയാണ് ഇപ്പോൾ പറയണത്. ഉദ്ധവന് ശേഷം രണ്ടാമത് വൃന്ദാവനത്തിലെത്തിയ ഒരു കൃഷ്ണ സന്ദേശം കൊടുക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ബലരാമനെ പറയാറുണ്ട്. ബലരാമന് ഗോപികളെ കാണാൻ വലിയ താല്പര്യം. അപ്പം അങ്ങനെ അവിടുന്ന് പോന്നു. ഇവിടെ എത്തി. അപ്പോൾ നന്ദഗോപുര യശോദ ഒക്കെ വേണ്ട പോലെ സ്വീകരിച്ചു. പുത്രൻ എന്ന നിലയ്ക്കും ഈശ്വരൻ എന്ന നിലയ്ക്കും ഒരു വ്യത്യസ്ത ഭാവത്തിലാണ് സ്വീകരണം ഉണ്ടായത്. രണ്ട് കൂട്ടരെ ഇഷ്ടം ഒരുപോലെ. അച്ഛനമ്മമാരുടെയും പുത്രൻ്റെയും ഇഷ്ടം എങ്ങനെയാണോ അതേപോലെ. രോഹിണി ആ സമയത്ത് കൃഷ്ണൻ്റെ കൂടെയാണ്, മധുരയിലാണ് അല്ലെങ്കിൽ ദ്വാരകയിലാണ്. അങ്ങനെ എല്ലാവരും കൂടി സ്നേഹം കൊണ്ട് അങ്ങോട്ട് വീർപ്പ് മുട്ടിച്ചു. ഈശ്വരഭാവത്തിൽ അച്ഛനമ്മമാർ സ്തുതിച്ചു. ജഗദീശ്വരനായിട്ടുള്ള അങ്ങ് കൃഷ്ണനോട് കൂടിയിട്ട് ഞങ്ങളെ രക്ഷിക്കണേ, ധാരാളം ചേർത്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കണം. എല്ലാവരും കൂടി നിന്ന് ഈ രാമനോട് സ്നേഹാന്വേഷണങ്ങൾ, കുശലം ഒക്കെ തുടക്കി ചോദിച്ചു. കൃഷ്ണപത്നിമാർക്കൊക്കെ സുഖല്ലേ, രാമൻ്റെ പത്നിക്കൊക്കെ സുഖല്ലേ, കുട്ടികൾക്ക് സുഖല്ലേ, കംസനെ കൊന്ന അച്ഛനമ്മമാരെ രക്ഷിച്ച നിങ്ങളിപ്പോൾ ദ്വാരകയിലാണ് വസിക്കുന്നതെന്നൊക്കെ കേട്ടു. ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ളതൊക്കെ പറഞ്ഞു. അതിനുശേഷം രാമൻ ഗോപികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഗോപികൾ രാമനെ വളഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക്. കൃഷ്ണൻ ഞങ്ങളെ ഇപ്പം അന്വേഷിക്കാറുണ്ടോ, അതോ അച്ഛനെയും അമ്മയും നന്ദഗോപനെയും യശോദയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ രാമനും ഇപ്പോൾ വന്നത്? പണ്ട് ഉദ്ധവൻ വന്ന പോലെ കൂട്ടുകാരെയൊക്കെ ഓർക്കാറുണ്ടോ കൃഷ്ണൻ? അതോ ഇനി ഞങ്ങളൊന്ന് വരാൻ പറഞ്ഞാൽ കൃഷ്ണൻ അങ്ങോട്ട് വരുമോ? ഞങ്ങളുടെ ബന്ധുക്കളെ, ഭർത്താവിനെ, മക്കളെ, പശുക്കളെ തുടങ്ങിയുള്ള സകല കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ കൃഷ്ണനെ സ്നേഹിച്ചത്. കൃഷ്ണൻ ഞങ്ങളെ ലവലേശം ആ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതല്ല വെച്ചാൽ ഇത്രയും കാലമായിട്ട് എന്താ വരാഞ്ഞ്? ഇപ്പോൾ മക്കളും പേരക്കുട്ടികളൊക്കെ ആയി, എന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ല. ഞങ്ങൾക്കാണെങ്കിലോ കൃഷ്ണൻ്റെ വാക്ക് അത് വിശ്വസിച്ചിരിക്കുക. ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണനെ. അപ്പോൾ ഒരു ഗോപി പറയാണ്, കൃഷ്ണന് നമ്മളെ വേണ്ട വെച്ചാൽ പിന്നെ എന്തിനാ നമുക്ക് കൃഷ്ണനെ? നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാന്നേ, ആരുമില്ല വെച്ചാൽ നമ്മളൊക്കെ ജീവിക്കില്ലേ? കൃഷ്ണനെ കിട്ടാത്തതിൻ്റെ ശരിക്കും ലൗകികമായിട്ടുള്ളൊരു ദുഃഖത്തെ പറയുകയാണ്. അപ്പോൾ ജീവിക്കാൻ വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും എന്ന അർത്ഥമാണ്. കൃഷ്ണൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. രാമനും കൃഷ്ണൻ്റെ സന്ദേശത്തെ ഗോപികളോട് പറയുകയാണ്. അവരുടെ ദുഃഖം ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും ഉദ്ധവനെ പോലെ തന്നെ രാമനും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഉപദേശാദികളെ ചെയ്തുകൊണ്ട്, സഹായങ്ങളെ ചെയ്തുകൊണ്ട് ഒരു 2-3 മാസം അവിടെ താമസിച്ചു എന്നാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം അങ്ങനെയൊക്കെയല്ലേ. ഏതായാലും അവിടെ രാത്രി കാലങ്ങളിൽ രാമൻ ഈ തേനൊക്കെ ധാരാളം കുടിച്ച്, വലിയ മധുപ്രിയനാണ്, അത് ധാരാളം കുടിക്കും. അതേപോലെ ജലക്രീഡയൊക്കെ ചെയ്യും ഗോപികളോടൊത്ത്. അതേപോലെ രാത്രിയിൽ രാസക്രീഡാദികളൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം യമുനയെ വിളിച്ചു, രാസക്രീഡ നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യമുന അത് കേട്ടു എന്ന് തന്നെ നടിച്ചില്ല. അത്രയ്ക്കുണ്ടോ നിനക്ക് അഹങ്കാരം, എന്നപ്പം കാണിച്ചരാ എന്ന് പറഞ്ഞ് കലപ്പെടുത്തു. യമുന നദിയിൽ അങ്ങോട്ട് താഴ്ത്തി ഒരു വലി ഇങ്ങോട്ട് വലിച്ചു. വലിച്ചോട് കൂടിയിട്ട് ആ നദി 2ആയി. അതോട് കൂടിയിട്ട് പേടിച്ചു. എൻ്റെ കൽപ്പനയെ ലംഘിക്കരുത് എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് കീറി മുറിച്ചത്. അതോട് കൂടിയിട്ട് യമുന പേടിച്ചു, പ്രത്യക്ഷപ്പെട്ടു, സ്ത്രീ രൂപത്തിൽ വന്നു. എന്നിട്ട് ഭഗവാനെ നല്ലോണം സ്തുതിച്ചു, ബലരാമനെ നല്ലോണം സ്തുതിച്ചു. അങ്ങയുടെ പ്രഭാവം മനസ്സിലാക്കാതെ കണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി,
എന്നോട് കോപിക്കരുത്, ക്ഷമിക്കണം. അപ്പോൾ സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി, യമുനയെ വിട്ടു. അതിനുശേഷം എൻ്റെ കൂടെ കളിക്കാൻ വരൂ, ജലക്രീഡയ്ക്ക് വരൂ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടെ മധു കഴിച്ചിട്ട് കുറച്ച് അധികമായി ഉണ്ട്, അതാ. അപ്പോൾ യമുന നദിയായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ 2 നദിയായിട്ട് ഇപ്പോഴും അവിടെ ഒഴുകുന്നുണ്ട്. അതിൽ ഗോപസ്ത്രീകളൊത്ത് അനവധി നേരം, അനവധി എത്ര വെച്ചാൽ 2-3 മാസം എത്ര വെച്ചാൽ അത്രയും കാലം ജലക്രീഡയൊക്കെ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ധാരാളം സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് കൊടുത്തത് ചോദിക്കരുത്, എന്തൊക്കെയാണ് കൊടുത്തത് ചോദിക്കരുത്. മാനിച്ചു, അവരവരിൽ ഉള്ളത് മുഴുവൻ കൊടുത്തു. അത് വസ്തുക്കളാവാം, സ്നേഹമാവാം, എന്ത് വേണച്ചാവാം. അങ്ങനെ കൊടുത്ത് തമ്മിൽ വല്ലാത്ത സന്തോഷം. എല്ലാവരും നീലപ്പട്ടൊക്കെ കൊടുത്ത് വൈജയന്തിമാലയൊക്കെ കൊടുത്ത് അങ്ങനെ ലക്ഷ്മി എന്നെ സന്തോഷിപ്പിച്ചു ബലരാമനെ. എങ്ങനെയാണ് പ്രത്യേകമായിട്ട് അത് ഒരു ആജ്ഞയും കൂടിയുണ്ട്. എല്ലാവരും ബലരാമനെ സന്തോഷിപ്പിച്ചോളണം, നിർബന്ധ. കൃഷ്ണ ആജ്ഞ, രാമൻ്റെ ആജ്ഞയുണ്ട്. ഏത് രാമൻ്റെ? ശ്രീരാമൻ്റെ ആജ്ഞയുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ശരിക്കും നടന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഗോകുലം വീണ്ടും ദുഃഖമില്ലാത്തൊരവസ്ഥയിൽ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു രീതിയിൽ അവിടെ എത്തി. അതിനുശേഷം പിന്നീട് പറയുന്നത്, ബലരാമൻ അവിടെ ഗോകുലത്തിൽ പോയ സമയത്ത് ഇവിടെ ദ്വാരകയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അതാണ് പൗണ്ഡ്രകമുക്തി. കരുഷ രാജാവായിട്ടുള്ള പൗണ്ഡ്രകൻ പേരുകൊണ്ട് വാസുദേവൻ എന്നാണ്, പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് പറയുക. കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് നടക്കും. അതിന് കാരണം എല്ലാവരും സുഹൃത്തുക്കൾ ഉൾപ്പെടെ ജ്യോതിഷികൾ കൂടി പറഞ്ഞോ നിശ്ചയില്ല. ഏതായാലും കൃഷ്ണൻ, യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ അങ്ങാണ്. വാസുദേവൻ ശരിക്ക് അങ്ങാണ്, ഭഗവാനാണ് അങ്ങ്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ വേണം ജീവിക്കാൻ, അല്ലാണ്ട് വേറെ തരത്തിലൊന്നും ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂതമാഗതവന്തികളൊക്കെ നല്ലോണം സ്തുതിച്ചു ഈശ്വരഭാവത്തിൽ. പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് മനസ്സിലായില്ല. കൃഷ്ണനെ പോലെ വേഷം കെട്ടിയിട്ട് 4 കയ്യ്, അതേപോലെ കൗസ്തുഭം എന്നുള്ള രത്നം, പിന്നെ ശ്രീവത്സം എന്നുള്ള മറുക്, ഇങ്ങനെ ഒരു വട്ടം വേഷം കെട്ടലുകൾ നല്ലോണം ചെയ്തു. കൃഷ്ണനല്ല എന്നൊരാൾ പറയില്ല ആ മട്ട. കൃഷ്ണനെ കണ്ടവർ അത് പറയില്ല, കൃഷ്ണനെ കാണാത്തവരൊക്കെ ഇത് വാസുദേവകൃഷ്ണൻ തന്നെ എന്നാണ്. ഏതായാലും ഒരു ദിവസം എല്ലാവരും കൂടിയിട്ട് വീരെടുപ്പിച്ചപ്പോൾ മന്ത്രിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, പലരും ഉണ്ട്. കാശി രാജാവും ഉണ്ട് തുണയ്ക്ക്. അങ്ങനെയാണ്, വലിയ കൂട്ടുകാരനാണ്. യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ അങ്ങാണെച്ചാൽ അത് ദ്വാരകയിലേക്ക് സന്ദേശം പോട്ടെ, അംഗീകരിക്കണം കൃഷ്ണനെ കൊണ്ട്, അപ്പോഴാണ് അത് ശരിയാവുക. അങ്ങനെ ദൂതനെ വിട്ടു. ദ്വാരകയിലെ സുധർമ്മ എന്നുള്ള സഭയിൽ വെച്ച് ഈ ദൂതൻ വായിക്കുകയാണ് കൃഷ്ണ സന്ദേശം, കൃഷ്ണനോടുള്ള സന്ദേശം. പൗണ്ഡ്രക വാസുദേവൻ്റെ, ഞാനാണ് വാസുദേവൻ, എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവതാരം ചെയ്തിരിക്കണത്. നീ എൻ്റെ പേരും വേഷവും കെട്ടുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. ശംഖ്, ചക്രം, 4 കയ്യ്, കൗസ്തുഭം, വനമാല, ശാർംഗം എന്നുള്ള വില്ല്, കൗമോദികി എന്ന ഗദ, നന്ദകം വിദ്യാധരം എന്ന വാള്, ഇതൊക്കെ ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും, യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ഇങ്ങനെ സന്ദേശം വായിച്ചു കഴിഞ്ഞപ്പോൾ സഭയിൽ കൃഷ്ണൻ്റെ, രാമൻ്റെ, എല്ലാവരും ഉണ്ട്. രാമനില്ല, രാമൻ ഇവിടെ ഗോകുലത്തിലെ ഗോപികമാരുടെ ഒപ്പമാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഏതായാലും ഒരു പ്രതിസന്ദേശം കൊടുത്തേക്കാം എന്ന് നിശ്ചയിച്ചു. കൃഷ്ണൻ പറഞ്ഞു, എന്തായാലും ഈ ചിഹ്നങ്ങളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചോളാം, നിങ്ങളുടെ ഭഗവാനെ സന്തോഷിപ്പിച്ചോളൂ, ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം, എന്നാൽ പിന്നെ അത് നേരിട്ടാവാലോ. ഈ കാശി രാജാവുണ്ട് കൂട്ടുകാരൻ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള സന്ദേശമാണ് കൊടുത്തയച്ചത്. എൻ്റെയിലുള്ള എല്ലാ ഈ ആയുധാദികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചോളാം, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് അവിടുന്ന് ആവാം, എന്നാൽ യുദ്ധമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കളിയാക്കലാണ് എന്നുള്ളത് മനസ്സിലായി. ഈ പ്രതിസന്ദേശം കാശിരാജാവും പൗണ്ഡ്രകനും കൂടിയിട്ടാണ് കേട്ടത്. ഏതായാലും കുറച്ച് പേടിച്ചു. സന്ദേശം കൊടുത്തയച്ചത് അങ്ങനെയാണ്. കേൾക്കാൻ ആ സമയത്ത് കാശിരാജാവ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൗണ്ഡ്രകൻ കാശിരാജാവിന് സന്ദേശം അയച്ചു, ഒന്ന് വരണം,
കുറച്ച് യുദ്ധത്തിനുള്ള സേനയൊക്കെ വേണം. കൃഷ്ണൻ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തയ്യാറുണ്ടാവണം. ഇവിടെ 2 അക്ഷൗഹിണി സേനയുണ്ട്. അങ്ങേക്ക് 1 അക്ഷൗഹിണി സേന ഉണ്ടല്ലോ, അപ്പോൾ 3 അക്ഷൗഹിണി സേന അതൊക്കെ മതി, ധാരാളം. നമുക്ക് കൃഷ്ണനെ വകവരുത്തല്ലേ വേണ്ടു. കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നാ പറഞ്ഞ്, ഒന്ന് തയ്യാറായിട്ടിരിക്കാനാണ് എന്ന് കരുഷ രാജാവായിട്ടുള്ള പൗണ്ഡ്രകൻ കാശി രാജാവിന് സന്ദേശം അയച്ചു. അങ്ങനെ വന്നു. കൃഷ്ണനും അവിടെ എത്തി. അപ്പോൾ കൃഷ്ണൻ ഈ രാജാവിൻ്റെ വേഷം കെട്ടൊക്കെ നല്ലോണം കണ്ടു. എന്തുകൊണ്ടാ പൊള്ളിച്ചതെന്ന് വെച്ചില്ല, കരിഞ്ഞ പാടമൊക്കെ ഉണ്ട്, ശ്രീവത്സം എന്നുള്ള മറുക്. അതേപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള കയ്യുകൾ, അതേപോലെ കിരീടം, പ്രത്യേകമായിട്ടുള്ള ഒരു ശോഭയില്ലാത്തതായിട്ടുള്ള കൗസ്തുഭം എന്ന രത്നം, പലതും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മകരകുണ്ടലം ഒക്കെ ഭാഷയൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷേ അതിൽ ശോഭ ഉണ്ടാവില്ല, കാരണം ഒറിജിനൽ അല്ലാത്തതുകൊണ്ട്. ഏതായാലും നല്ലോണം ചിരിച്ചപ്പോൾ കളിയാക്കാണെന്ന് മനസ്സിലായി. പൗണ്ഡ്രകന് ശുണ്ഠി വന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ആയുധങ്ങളൊക്കെ കൃഷ്ണന് നേരെ പ്രയോഗിച്ചു. അതൊക്കെ കൃഷ്ണൻ തടുത്തു, നിർവീര്യാക്കി. പൗണ്ഡ്രക, ഞാൻ ഇതാ എൻ്റെ ചിഹ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. ആദ്യം സുദർശന ചക്രം ഞങ്ങൾ തരാം, ഇത് പിടിച്ചോളൂ. ഞാൻ ഉപേക്ഷിച്ചു, സ്വീകരിച്ചോളേ? ഓ, സ്വീകരിക്കാം. ചക്രം ഉപേക്ഷിച്ചു. അതോട് കൂടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിക്കാമെന്നേ വിചാരിക്കേണ്ടായുള്ളൂ. പക്ഷേ ഇവിടെ ആദ്യത്തെ സുദർശനം ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തി വെക്കി കേട്ടോ. അതൊന്നും പൗണ്ഡ്രകന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കുതിര പോയി, തേര് പോയി, കാശി രാജാവിൻ്റെ തല പോയി, അതേപോലെ പൗണ്ഡ്രകൻ്റെയും തലയറുത്തു. കാശി രാജാവിൻ്റെ തല ഇനി അവിടെ ഉണ്ടാ വിചാരിച്ചിട്ട് അത് നേരെ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൽ ഉമ്മറവാതിലുണ്ട്, അവിടെ ഗോപുരദ്വാരത്തിൽ ആ വാതിലേക്കിലാണ് കൊണ്ടുപോയിട്ട് ഇട്ടു. എല്ലാവരും കൂടിയിട്ട് പരിഭ്രമിച്ചു. കാശി രാജാവിൻ്റെ തലയല്ലേ ഇത്, നമ്മുടെ രാജാവിൻ്റെ അല്ലേ എന്നൊക്കെ ചോദിച്ചും കൊണ്ടേ. അപ്പോഴേക്കും എല്ലാവർക്കും ദുഃഖമായില്ലോ. മകൻ സുദക്ഷിണൻ ഭയങ്കരനാണ്. അപ്പോൾ ചുണ്ടിയെടുത്ത് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. അച്ഛൻ കേമനാണ്, പൗണ്ഡ്രകൻ അതിലേറെ കേമനാ. അപ്പോൾ ഈ തല ഇങ്ങോട്ട് ഇവിടെ എത്തിക്കണം വെച്ചാൽ കുറച്ച് കേമത്ര ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ശിവനെ തപസ് ചെയ്തു 1 കൊല്ലം. ശുണ്ഠി മാറണില്ല, എന്നാൽ ശിവനെ തപസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു വരം കൊടുത്തു, ഒരു കൃത്യയെ കൊടുത്തു. എപ്പോഴും ആവശ്യമില്ല വെച്ചാൽ അത് ഉപയോഗിക്കാം. ബ്രാഹ്മണ ഭക്തന്മാരല്ലാത്തവരെ നിനക്ക് ഈ കൃത്യയെ കൊണ്ട് ജയിക്കാൻ സാധിക്കും. ശരി, അത് മതി. കൃഷ്ണന് ബ്രാഹ്മണ ഭക്തി ഇല്ല എന്ന് തന്നെയാണ് ഈ സുദക്ഷിണൻ്റെ കരുതൽ. അങ്ങനെയാ വിചാരം. ഏതായാലും സമയം വന്നു കഴിഞ്ഞപ്പോൾ സുദക്ഷിണൻ ഈ കൃത്യയെ ദ്വാരകയിലേക്ക് വിട്ടു. കൃത്യ ദ്വാരകയിലെത്തിയപ്പോൾ എല്ലാവരും പേടിച്ചു. അത്രയ്ക്ക് തീവ്ര തീ തന്നെയാണ്, ശിവൻ്റെ ആണതേ. അത് കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. ഏതായാലും കൃഷ്ണൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാക്കാം. സുദർശനചക്രം വിട്ടു. ആ കൃത്യ പിന്തിരിഞ്ഞാണ് ഓടിയെന്നാ. അങ്ങനെ ഓടിയിട്ട് ഈ സുദക്ഷിണനെ വധിച്ചു. മറ്റ് സൈന്യത്തെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ കാശിരാജ്യം ചുട്ടു. അതിന് ശേഷം ഈ കൃത്യയെയും നശിപ്പിച്ചു. അപ്പോൾ അവിടെ ഏറെക്കുറെ എല്ലാം ഭസ്മായി എന്ന് സാരം. പിന്നെ ഒരു സാത്വികനായിട്ടുള്ള രാജാവിനെ അവിടെ അവരോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പൗണ്ഡ്രകവധം വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം ദ്വിവിധവധം, അത് ബലരാമൻ ചെയ്തതായിട്ടൊരു കാര്യമാണ്. അവിടെ ഈ രൈവതൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു കപിടങ്കം എന്ന് പറഞ്ഞിട്ടൊരു തീർത്ഥമുണ്ട്. അപ്പോൾ അത് ഗംഭീരമാണ്. അത് ചില പുണ്യതീർത്ഥം ആയിട്ടാണ്. അപ്പോൾ രാമനെ സ്മരിച്ച് കപിടങ്കത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ രേവതിയുടെയും അതേപോലെ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം കിട്ടുന്ന അത്രയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ കഥയ്ക്കൊന്ന് പറയണേ എന്ന് പറയുകയാണ്. ബലരാമൻ ഈ ദ്വിവിധനെ വധിച്ചത് ഈ കപിടങ്ക തീർത്ഥത്തിൽ വെച്ചിട്ടാണ്. അവിടെ നരകാസുരൻ്റെ സ്നേഹിതനായിട്ടുള്ള ഈ ദ്വിവിധൻ ശ്രീരാമാവതാര കാലത്ത് സുഗ്രീവൻ്റെ മന്ത്രി ആണ്, മൈന്ദൻ്റെ അനുജന. അപ്പോൾ ഈ ഭൗമാസുരനെ, ഭൂമിസുതനായിട്ടുള്ള നരകാസുരനെ കൊന്നു കഴിഞ്ഞപ്പോൾ
സ്നേഹിതനെയാണല്ലോ വധിച്ചത്. വലിയ വിരോധമായി കൃഷ്ണനോട്. ബലരാമനോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ദ്വാരകാവാസികളെയൊക്കെ ദ്രോഹിച്ചു. ഗ്രാമത്തിന് തീ വയ്ക്കുക, ഗോകുലത്തിന് തീ വയ്ക്കുക, സമുദ്രത്തിൽ നിന്ന് തിരമാല എങ്ങനെ ഉണ്ടാക്കുക, ഈ കര മുഴുവനെ മുക്കിക്കളയുക. മാത്രമല്ല 10,000 ആനകളുടെ ശക്തിയാണ്, ത്രേതായുഗത്തിലെ വലിപ്പമുണ്ട്. അപ്പോൾ എന്തും ചെയ്യാൻ ഒരു പ്രയാസമില്ല. പർവ്വതമൊക്കെ തന്നെ പുഴക്കിയിട്ട് ഒന്നിച്ച് ഗ്രാമത്തിൽ ഇങ്ങനെ ഇടുക, മരം പറിച്ചിട്ട് ഇങ്ങനെ എറിയുക, ഋഷികളെയൊക്കെ ദ്രോഹിക്കുക, സ്ത്രീപുരുഷന്മാരെയൊക്കെ പിടിച്ച് ഗുഹയിലിട്ട് കൊല്ലുക, അങ്ങനെ എന്തൊക്കെയാണ് നിശ്ചല. ബലരാമൻ്റെ ഈ സാന്നിധ്യത്തിലാണ് ഈ ദ്വിവിധൻ ഇങ്ങനെയൊക്കെ പലതും ചെയ്തത്. അപ്പോൾ ഗോപികമാർക്കും ഗോപന്മാർക്കും ഒക്കെ വലിയ സങ്കടം. അത് ദ്വിവിധൻ എന്ന് വധിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബലരാമൻ ആ സമയത്ത് സ്ത്രീകളോടൊപ്പം കളിക്കുകയാണ്. ആ സമയത്താണ് ദ്വിവിധൻ്റെ വീണ്ടുമുള്ള വരവ്. അപ്പോൾ കല്ലെറിയുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വലിയ വലിയ പാറക്കല്ലുകളാണ്, ചെറുതൊന്നുമല്ല, ആർക്കും പറ്റില്ല തടുക്കാനൊന്നേ. അങ്ങനത്തെ വലിയ കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞപ്പോൾ രാമൻ അതൊക്കെ നിഷ്പ്രയാസം, ഒന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് എറിഞ്ഞതിനൊക്കെ അങ്ങോട്ടും എറിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഈ യുദ്ധത്തിൽ ഇങ്ങനെ തോൽക്കണുണ്ടോ എന്ന് സംശയത്തിന് ദ്വിവിധന്. അപ്പോൾ രാമൻ്റെ നീലപ്പട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു, ഉത്തരീയൊക്കെ അങ്ങനെ പിടിച്ച് വലിക്കുക. മരം പുറക്കിയിരിക്കുന്ന എടിയുണ്ട്, നല്ല നീളണ്ട കൈയിനെ. അപ്പോൾ എന്ത് വേണിച്ചാൽ ചെയ്യാം. ഒരു കൈ കൊണ്ട് വസ്ത്രം അഴിക്കുക, മറ്റേ കൈ കൊണ്ട് മരം പുറക്കിങ്ങനെ എറിയുക. ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ചോദിക്കരുത്, പലതും ചെയ്തു എന്ന് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. മുഷ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം രണ്ടുപേരും കൂടിയിട്ട്. ഇപ്പോൾ ഒരു തവണ തലയ്ക്ക് ഒന്ന് കൊടുത്തു, അടങ്ങാച്ച അടങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. ബലരാമൻ്റെ ഒലക്കയുടെ മുസലം ഒരു വല്ലാത്ത പ്രയോഗമാണ്. ഏതായാലും അത് പറ്റിയില്ല, വീണ്ടും യുദ്ധം ചെയ്തു. അപ്പോൾ ഇനി മതി എന്ന് നിശ്ചയിച്ചു. ബലരാമൻ തൻ്റെ മുസലം കൊണ്ട് തല തച്ചാണ് പൊട്ടിച്ചു, തലയോട് പൊട്ടി. അങ്ങനെ മരിച്ചു. ദ്വിവിധൻ മരിച്ചു. ദ്വിവിധന് മുക്തി കിട്ടി. അപ്പോഴേക്കും ദേവന്മാർ പുഷ്പവൃഷ്ടി, കൊട്ടപ്പാട്ട് എന്നും പറയേണ്ട, വലിയ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഏർപ്പാട്. അതേപോലെ തന്നെ വേറൊരു രംഗം ബലരാമൻ്റെ കഥ തന്നെയാണ്. ദുര്യോധനൻ്റെ പുത്രി ലക്ഷ്മണയുടെ സ്വയംവര സമയം. അപ്പോൾ അവിടെ സാമ്പനും പോയിരുന്നു. സാമ്പന് ലക്ഷ്മണനെ കണ്ടപ്പോൾ ഒരു താല്പര്യം. അവിടെ ചെന്ന് ഈ വരണമാല്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. സ്വയംവര മണ്ഡപത്തിലാണ്. സാമ്പൻ നേരിട്ട് അങ്ങോട്ട് കയറി ചെന്നു. ലക്ഷ്മണയുടെ കയ്യ് രണ്ടും പിടിച്ചിട്ട് ആ മാല അങ്ങനെ തൻ്റെ കഴുത്തിരിക്കാനിട്ടു. അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞു. എല്ലാവർക്കും വിഷമായി. എന്തിനു പറയണു, ദുര്യോധനാദികളൊക്കെ യുദ്ധം ചെയ്തു. ഗംഭീര യുദ്ധാട്ടോ. സാമ്പൻ സുബ്രഹ്മണ്യനാണ്, മഹാദേവൻ്റെ പുത്രനാ, ദേവ സൈന്യാധിപനാ. അപ്പോൾ പ്രദ്യുമ്നൻ ആണ് ഈ സാമ്പൻ. അതുകൊണ്ട് ഒട്ടും കുറവല്ലാത്ത രീതിയിൽ, ചെറിയ രീതിയിലല്ല, കുറച്ച് കേമനായിട്ട് തന്നെയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരം ശ്രീകൃഷ്ണൻ്റെ അംശമാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റേതായിട്ടുള്ള എല്ലാവിധ കഴിവുകളും ഉണ്ട്. 18 മഹാകേമന്മാരായിട്ടുള്ള പുത്രന്മാരിൽ ഒന്നാമത്തെ സ്ഥാനം പ്രദ്യുമ്നനും രണ്ടാമത്തെ സ്ഥാനം സാമ്പനും എന്നൊക്കെ പറയാം. അപ്പോൾ വലിയ വലിയ കഴിവാണ് സാമ്പന്. അപ്പോൾ ആ സാമ്പനെ പലതരത്തിൽ ദ്രോഹിക്കാൻ തുടങ്ങി. ഇതാ ദ്രോഹമൊക്കെ തടുക്കുകയും ചെയ്തു. പക്ഷേ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ട് ദുര്യോധനാദികളെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അധർമ്മയുദ്ധം തുടങ്ങി. അതായത് സാമ്പനെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ദുര്യോധനാദികളെ കർണൻ എല്ലാവരും കൂടിയിട്ട് കുടിലയുദ്ധം, അധർമ്മയുദ്ധം ചെയ്യാൻ തുടങ്ങി. അധർമ്മയുദ്ധത്തിൽ സാമ്പന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ സാമ്പനെ പിടിച്ചു, കെട്ടിയിട്ടു, തുറുങ്കലിട്ടു. ഈ വിവരം ഉഗ്രസേന മഹാരാജാവ് അറിഞ്ഞു. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പുറപ്പെട്ടു. ഉഗ്രസേനൻ്റെ ആജ്ഞയാണ്. കൃഷ്ണനൊക്കെ തയ്യാറായി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, അത് വേണ്ട, യുദ്ധം വേണ്ട. കാരണം ദുര്യോധനൻ എൻ്റെ ശിഷ്യനാണ്. ദുര്യോധനൻ്റെ മകളെയല്ലേ സാമ്പൻ വേലി വെച്ചത്. ഞാൻ പറഞ്ഞാൽ വിട്ടുതരും, നമുക്ക് ഒരുമിച്ച് വേണ്ട, പോയിക്കോളാം, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഉദ്ധവനെയും കൂട്ടി, പിന്നെ 1-2 ആൾക്കാരെയും കൂട്ടി. അങ്ങനെ അവിടെ ചെന്നു. 2-3 ബ്രാഹ്മണരാ കൂടെ കൊണ്ടുപോയത്. ഏതായാലും അവിടെ ചെന്നു, ദുര്യോധനൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അങ്ങോട്ട് കയറിയില്ല, പുറത്തു വന്നു. എന്നിട്ട് ഭീഷ്മൻ തൊട്ടുള്ള ഓരോരുത്തർക്കും ചില സന്ദേശാദി കാര്യങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. പരസ്പരം സ്വീകരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തു. രാജകീയമല്ലാത്ത രീതിയിൽ അവിടെ ഈശ്വരൻ എന്ന രീതിയിലും ബന്ധു എന്നുള്ള രീതിയിലും പലതരത്തിലും ബലരാമനെ സ്വീകരിച്ചു. അത്
ബഹുമാനിതനായി ബലരാമൻ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, കാര്യം നടക്കണ്ടേ. ബലരാമൻ പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവിന് ഒരു കൽപ്പനയുണ്ട്, ഉഗ്രസേന മഹാരാജാവിൻ്റെ കൽപ്പനയാണ്, അത് തരാൻ അറിയിക്കാനാണ് ഞാൻ വന്നത്. സാമ്പനെ തടവിൽ നിന്ന് മോചിപ്പിക്കണം, നിങ്ങളോട് സ്നേഹം വേണമെന്നതാണ് മോഹം, നിങ്ങളുടെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു, വധൂവരന്മാരെ ദ്വാരയ്ക്ക് അയക്കണം. ഉഗ്രസേന മഹാരാജാവിൻ്റെ കൽപ്പനയാണ്. ഇത് വായിച്ചപ്പോൾ ദുര്യോധനന് സഭയിലാണേ, ഇന്ദ്രപ്രസ്ഥത്തിലാണ്. അപ്പോൾ ചുണ്ടി വന്നു. അപ്പോൾ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറഞ്ഞു. ഗുരുവാണ് കേട്ടോ ബലരാമൻ. കാലത്തിൻ്റെ ഒരു പോക്കേ, ചെരുപ്പ് തലയിൽ വയ്ക്കുക, അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല ആരും. അതാണ് ഇപ്പം ചെയ്യണത്. ഈ യാദവർക്ക് ഞങ്ങളോട് കൽപ്പിക്കാനുള്ള അധികാരം ആരാ കൊടുത്തെന്ന്? യയാതി രാജാവിൻ്റെ ശാപമുണ്ട്. യദുക്കൾക്ക് ആർക്കും രാജാവകാശം പോലുമില്ല. എന്നിട്ടാണ് കുന്തിയെ പാണ്ഡു വേട്ടതുകൊണ്ട് ഞങ്ങൾ ബന്ധുവായപ്പോൾ ഒപ്പം ഇരിക്കാനുള്ള അവകാശം, ഒപ്പം ഊണഴിക്കാനുള്ള അവകാശം, പിന്നെ രാജ്യഭാരത്തിന് ഒരു ചെറിയൊരു നഗരമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഭരിക്കണു, ഇത്രയേ ഉള്ളൂ. രാജകീയ സുഖം അനുഭവിക്കാനുള്ള യോഗം പോലും ഞങ്ങളുടെ ബന്ധുത്വം കൊണ്ട് കിട്ടിയതാണ്. രാജകീയ ചിഹ്നങ്ങളൊന്നും ഉപേക്ഷിക്കാൻ നിവർത്തിയില്ല. അവരാണ് ഇപ്പോൾ കൽപ്പിക്കണത്. ഇത്രയും വലിയൊരു അബദ്ധം. ഇതെന്താ അതിങ്ങനെ പാമ്പിന് പാല് കൂട്ടിയ പോലെ ആയല്ലോ. ഇന്ദ്രന് പോലും ഇവിടെ വരാൻ പേടിയാണ്. ഭീഷ്മാദികളെ ഭയക്കേണ്ടവർ. ഈ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആടിനെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇങ്ങനെയൊക്കെ പ്രതിസന്ദേശം ദുര്യോധനൻ ബലരാമന് കൊടുത്തു. ബലരാമനെ ചുണ്ടി നിയന്ത്രിക്കാൻ പറ്റിയില്ല. തൻ്റെ ശിഷ്യനാണ് ഈ പറയണതേ. മാത്രമല്ല ദുര്യോധന, സുയോധനനാണ് പേര് ശരിക്കും. ദുര്യോധനൻ എന്നുള്ള പേരിൽ അറിയപ്പെടുള്ളൂ. നല്ലോണം യുദ്ധം ചെയ്യുന്ന ആളെന്നാണ് ശരിക്കും അർത്ഥം. പക്ഷേ അത് മുഴുവൻ ചീത്ത കാര്യത്തിനെ ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് ദുര്യോധനൻ അങ്ങനെയായി. അങ്ങനെയുള്ള അവൻ്റെ ഈ പ്രവൃത്തി വളരെ മോശമായി. നല്ല സുയോധനനായതുകൊണ്ട് അത്യുഷ്ടമാണ് ബലരാമന്. തൻ്റെ ശിഷ്യരിൽ നല്ലവനാണ്. നല്ലവനല്ല, നല്ല യുദ്ധ പാഠവുമുള്ളവനാണ്. അപ്പോൾ അത് വിരോധത്തിന് കാരണമായി, ബദ്ധവൈരായി. പോത്തിനോട് വേദോതിയിട്ട് എന്താ കാര്യം? ഈ തമോ ഗുണികൾക്ക് ശിക്ഷയാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കൊടുക്കന്നെ വേണം. നീചനാണ്, കലഹപ്രിയനാണ്, യുദ്ധത്തിന് തയ്യാറായിട്ടല്ല സൈന്യത്തിനെ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ അറിഞ്ഞിട്ടാണ് ദുര്യോധനൻ ഇങ്ങനെ ചെയ്തത്. അപ്പം എനിക്കിന്ന് സൈന്യം വേണ്ടേ? ലോകപാലന് മുഴുവന് കൃഷ്ണൻ്റെ കീഴിൽ എന്താ വേണ്ടെച്ചാൽ ചെയ്യാൻ വേണ്ടി കാത്തുക. ആ കൃഷ്ണൻ ഈ ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ എന്താ വേണ്ട മുത്തശ്ശ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഉഗ്രസേന രാജാവിൻ്റെ കൽപ്പനയാണ് ഇപ്പോൾ ഈ ഒന്നുമല്ലാത്ത ദുര്യോധനൻ നിസ്സാരമായിട്ട് കണക്കാക്കണത്. അപ്പോൾ അത് സാരം ഉണ്ടാക്കണമല്ലോ. പിന്നെ രാജ്യം ഉണ്ടോ, രാജാവുണ്ടോ, ചക്രവർത്തി ഉണ്ടോ എന്നുള്ളതല്ല, ഭൂമിയല്ല, ബ്രഹ്മാണ്ടം മുഴുവൻ ഭരിക്കണത് കൃഷ്ണ. ആ കൃഷ്ണൻ്റെ ഈ സ്വാമിയായിട്ടുള്ള ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞിട്ട് അത് ചെയ്തില്ല വെച്ചാൽ എനിക്കും കൂടി ഉണ്ട്, ഞാൻ കൃഷ്ണൻ്റെ എണ്ണ മോശം. ആ കൃഷ്ണൻ്റെ പാദതീർത്ഥം ഗംഗ, അത് ബ്രഹ്മാവ്, ശിവൻ, ലക്ഷ്മി, ഞാൻ, ബലരാമൻ, നാഗൻ, അനന്തൻ ഒക്കെ സ്വീകരിക്കാം. ആ ഞങ്ങൾ ചെരുപ്പ് ഒന്നുമില്ലാത്ത നിങ്ങൾ ചക്രവർത്തിമാർ ഇപ്പം കാണിച്ചുതരാം. എന്നാൽ ഇനി ഹസ്തിനപുരം വേണ്ട, അത് ഗംഗയിലാണ്ട് കുത്തിയിടാം, അയാണ്ട് മറ്റേ പുഴക്കിയിടുക. എന്നാൽ പിന്നെ ഗംഗയിൽ ലയിച്ചോളും, ഒഴുകി പോകാച്ചാൽ കടലിലും എത്തിക്കോളും. കഴിഞ്ഞേനി നിശ്ചയിച്ചു. കലപ്പെടുത്തു, ഒലയ്ക്കല്ല എടുത്ത്, കലപ്പെടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചു. ഈ ഹസ്തിനാപുരത്തിൻ്റെ അടിത്തറ അങ്ങോട്ട് അടിയിലേക്കാണ്ട് തുറന്നിട്ട് ഒരു വലിച്ചപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞു ലേശം. ഹസ്തിനപുരം അങ്ങോട്ട് ചെരിഞ്ഞോട് കൂടിയിട്ട് ദുര്യോധനൻ എന്നല്ല ബാക്കിയുള്ള അവിടെ ഉള്ളവർ സകലരും ചടപടാച്ചിട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും പേടി. വേഗം വന്നു, ഓടി വന്ന് ബലരാമൻ്റെ കാല് പിടിച്ചു, ക്ഷമ ചോദിച്ചു. ഗുരോ രക്ഷിക്കണേ, എനിക്ക് മനസ്സിലായില്ല, അവിടുത്തെ മഹത്വം മനസ്സിലായില്ല, ഞാൻ മൂഢനാണ്, ദുർബുദ്ധിയാണ്. അങ്ങ് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യണത്. ബ്രഹ്മാവസ്ഥയിൽ സ്തുതിച്ചു എന്നാണ്. ഈ ബ്രഹ്മാണ്ട് അങ്ങയ്ക്കൊരു കളിക്കോപ്പാണ്, ഭൂമി ഒരു കടുകുമണി പോലെയുള്ളൂ, പ്രളയം അങ്ങയുടെ മുഖാഗ്നിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഞങ്ങളെ നേരെയാക്കാൻ വേണ്ടിയിട്ട് അവതാരം സ്വീകരിച്ചതായിട്ടുള്ള രാമനും കൃഷ്ണനും, അങ്ങയുടെ അവതാരം ദുഷ്ടത നശിപ്പിക്കാനാണ്, അങ്ങയ്ക്ക് നമസ്കാരം, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ശരി പേടിക്കണ്ട, കലപ്പ ഊരിട്ടോ. എന്നാൽ ഇതിങ്ങനെ നോട്ടെ, ചെരിഞ്ഞിട്ട് നിന്നോട്ടെ. ഇന്നുണ്ട് ഹസ്തിനപുരത്തിന് ചെരിവുണ്ടെന്നാ. ദുര്യോധന സാമ്പനെയും ലക്ഷ്മണനെയും ഒക്കെ പാരിബർഹങ്ങളോട് കൂടിയിട്ട് കൊടുത്തു.
രാമനെ നല്ലോണം സന്തോഷിപ്പിച്ചു. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഈ ഹസ്തിനപുരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ രാമൻ്റെ ചില ലീലകൾ അവിടെ വിസ്തരിച്ച് പറഞ്ഞു. ഇനി കൃഷ്ണൻ്റെ ഗാർഹസ്ഥ്യം തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാജസൂയത്തിലേക്ക് എത്തുകയാണ്. 69-ാമത്തെ അധ്യായം മുതൽ. അത് നമുക്ക് അടുത്തേക്ക് കേൾക്കാം. ഇപ്പോൾ ബലരാമലീലകളാണ് നമ്മൾ പറഞ്ഞത്. അത് ശ്രവിക്കുക, ഷെയർ ചെയ്യുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ.